കോൺഫെഡറേഷൻ ഓഫ് ട്രാൻസ്പോർട്ട് വർക്കേഴ്സ് കേരള CITU-വിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന വാഹന പ്രചരണ ജാഥയ്ക്ക് ഏറ്റുമാനൂരിൽ സ്വീകരണം നൽകി. കേന്ദ്ര മോട്ടോർ നയങ്ങളിൽ പ്രതിഷേധിച്ച് മോട്ടോർ തൊഴിലാളികൾ മാർച്ച് 24-ന് നടത്തുന്ന ചലോ പാർലമെന്റ് മാർച്ചിന് മുന്നോടിയായിട്ടാണ് ജാഥ നടക്കുന്നത്. വൈക്കത്ത് നിന്നും CITU സംസ്ഥാന വൈസ് പ്രസിഡന്റ് TR രഘുനാഥനാണ് ജാഥ ഉദ്ഘാടനം ചെയ്ത് പര്യടനം ആരംഭിച്ചത്. കോൺഫെഡറേഷൻ ജില്ലാ സെക്രട്ടറി TP അജികുമാർ ജാഥ ക്യാപ്റ്റനായിട്ടാണ് വാഹന പ്രചരണ ജാഥ നടക്കുന്നത്. ജില്ലാ പ്രസിഡന്റ് PJ വർഗീസ് വൈസ് ക്യാപ്റ്റനും KSRTA ജില്ലാ സെക്രട്ടറി MK ആശിഷ് ജാഥ മാനേജരുമാണ്. മോട്ടോർ തൊഴിലാളികൾക്ക് സുരക്ഷ ഉറപ്പാക്കുക, റോഡ് ഗതാഗത മേഖല കോർപ്പറേറ്റ് വൽക്കരണം അവസാനിപ്പിക്കുക, ഇന്ധനവില വെട്ടിക്കുറയ്ക്കുക, രാജ്യത്തെ അസംഘടിതരായ തൊഴിലാളികൾക്ക് ക്ഷേമനിധി പ്രഖ്യാപിക്കുക, തൊഴിലാളി വിരുദ്ധ ലേബർ കോഡുകൾ റദ്ദാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പാർലമെന്റ് നടക്കുന്നത്. വിവിധ കേന്ദ്രങ്ങളിൽ സ്വീകരണം ഏറ്റുവാങ്ങി ഏറ്റുമാനൂരിലെത്തിയ ജാഥയ്ക്ക് ആവേശോജ്വലമായ സ്വീകരണം നൽകി. ഈ പര്യടനത്തിലൂടെ മാർച്ച് 24-ാം തീയതി നടക്കുന്ന പാർലമെന്റ് മാർച്ച് വിജയിപ്പിക്കുന്നതോടൊപ്പം തന്നെ ജില്ലയിൽ കേന്ദ്ര ഗവൺമെന്റ് ഓഫീസുകളിലേക്ക് തൊഴിലാളികൾ ധർണയും സമരവും സംഘടിപ്പിച്ചിരിക്കുകയാണ്. അതിലേക്ക് എല്ലാവരും പങ്കെടുക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. കേന്ദ്ര ഗവൺമെന്റ് 2014-ൽ ആരംഭിച്ച ജനവിരുദ്ധവും തൊഴിലാളി വിരുദ്ധവുമായ നയങ്ങൾ, പ്രത്യേകിച്ച് മോട്ടോർ മേഖലയിലെ നയങ്ങൾ, സ്വാഭാവികമായും കേന്ദ്ര ഗവൺമെന്റ് ഇന്ത്യ രാജ്യത്തെ പൊതു ജനങ്ങളെയാകെ ബുദ്ധിമുട്ടിക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ ജീവിത നിലവാരം പിന്നോട്ടടിപ്പിക്കുന്ന തരത്തിൽ നയങ്ങൾ സ്വരൂപിച്ച് അത് പാർലമെന്റിനകത്ത് പാസാക്കിക്കൊണ്ടേക്ക് പോവുകയാണ്. മോട്ടോർ രംഗത്താണെങ്കിൽ 2014 മുതൽ അവർ അധികാരത്തിൽ വന്ന കാലം മുതൽ i4 ന്യൂസ് ഏറ്റുമാനൂർ.